അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെ കുരുവട്ടൂരികളിപ്പോ കെ വിഭാഗത്തിനെതിരെ ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. കുറഞ്ഞ മാസങ്ങൾക്ക് ശേഷം ഇറങ്ങുന്നതാണ് അശ്ശൈഖ് ഗ്ലോബൽ വില്ലേജ് KC ഔല പറയുന്നത്. അത് നമ്മളെല്ലാവരും കേട്ടതാണ്. ഇപ്പൊ എന്താണ് അവർ ഇറങ്ങാണ്ടായ കാരണം നിങ്ങൾക്ക് അറിയോ? ഇവര് പാവങ്ങൾ കേട്ടോ. ഒരുപാട് ചിരി വരും കേട്ടാല്. ഒരുപാട് പ്രസംഗിച്ച് നടന്നു. അഹ്ലുസുന്നയും വിവാദങ്ങളും ശംസുൽ ഉലമയിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് പ്രസംഗിച്ച് നടന്നു. എന്തിനേറെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വാപ്പാകൻ മുത്തുത്തങ്ങൾ വരുന്നുണ്ട് ശംസുൽ ഉലമ പറഞ്ഞതായിട്ട് ഈ നൗഷാദ് തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചോക്കണം, ഇത്രയും പ്രസംഗിച്ച് ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടോ? നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോയിക്കാണ്ട് എടുക്കേനു. പക്ഷെ അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോ അനുകൂലിച്ച് പ്രസംഗിക്കാൻ കയറ്റിയ പൊളിമെന്ന് എതിരെ സംസാരിക്കുന്ന പൊളിമ കയറ്റാനുള്ള പരിപാടി. ചേക്ക് എന്ത് പറയുന്നോ പൊളിമ കയറ്റാൻ ചേക്കും കയറാം നൗഷാദും. അങ്ങനെ നൗഷാദ് ജിഫ്രി തങ്ങളാപ്പ വിഷയമൊക്കെ പ്രസംഗിക്കണോക്കാണ്. എത്രമാത്രം ആത്മാർത്ഥമായിട്ട് പ്രസംഗിച്ചു പാവങ്ങള്. ഇപ്പൊ എതിര് പ്രസംഗിക്കാനുള്ള പരിപാടിയാ. മഹാനരായ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. സാദാത്തീങ്ങളിൽ വളരെ ആദരിക്കപ്പെടേണ്ട കുടുംബമാണ് ജിഫ്രി കുടുംബം. ആർക്കാണ് ഇവിടെ തർക്കം? ജിഫ്രി തങ്ങളെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയത് മഹാനരായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവര് പ്രത്യേകം ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും നന്ദി ദാറുസ്സലാം കോളേജിൽ അവിടുത്തെ മുദർരിസായി പ്രത്യേകം ശംസുൽ ഉലമ നിയോഗിച്ചതാണ്. മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ഉലമാനോട് ഉമറാക്കളോട് മുത്തുത്തങ്ങൾ വരുമെന്നും ഈ സംഘടനക്ക് അവര് നേതൃത്വം നൽകുമെന്നും ശംസുൽ ഉലമ നേരത്തെ പറഞ്ഞ സംഭവങ്ങളാണ് ആളുകൾ ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളെ ആദരിക്കണമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ. അതിലാർക്കാ ഇവിടെ തർക്കമുള്ളത്? നിങ്ങൾക്കല്ലേ അതിൽ തർക്കം? പാണക്കാട് സാദാത്തീങ്ങളെയും ജിഫ്രി സാദാത്തീങ്ങളെയും കേരളത്തിലെ എല്ലാ സാദാത്തീങ്ങളെയും അംഗീകരിക്കണം. അവിടെ തന്നെ ആലിമും സയ്യിദുമായി സയ്യിദുൽ ഉലമ വരുമ്പോ അവരെ കൂടുതൽ പരിഗണിക്കണം. എല്ലാവരും ആദരിക്കുന്ന പാണക്കാട് കുടുംബത്തെ എന്തായാലും ആദരിക്കണം. സയ്യിദുൽ ഉലമ പാണക്കാട് തങ്ങൾ ആദരിക്കുന്ന ആളാ. പാണക്കാട് തങ്ങൾ സയ്യിദുൽ ഉലമനെ ആദരിക്കുന്നവരാണ്. അവർക്കിടയിൽ ആദരിക്കപ്പെടണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ ഇവരെന്തിനതിൽ ഇടപെടണം? ഇവർക്ക് വേറെ വല്ല പണി നോക്കി പോയാ പോരെ? ഇവരെന്ത് ഇതിന് ഇടപെടണം പറഞ്ഞാൽ നമ്മളോടാട്ടോ. ഇനി ആ ആളെന്നെ എന്ത് ചെയ്യാണ്? എതിരെ പറയാന് ചേക്കുട്ടിയുടെ സമ്മതം കിട്ടിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ട് കഥ? ഇതൊക്കെ പ്രസംഗിച്ചു. ഇങ്ങനൊക്കെ പ്രസംഗിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. ഇറ്റങ്ങളോട് ഒന്നും ഈ കെ വിഭാഗത്തിനൊന്ന് ഏറ്റെടുക്കണ്ട. എന്തെങ്കിലും ഒരു പരിപാടിക്ക് ക്ഷണിച്ചാൽ മതിയായിരുന്നു. എന്നാ തന്നെ ആയിട്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഓർക്കൊക്കെ ഇറ്റങ്ങളെ കള്ളി അറിയാലോ. അങ്ങനെ പാണക്കാട് തങ്ങന്മാരൊക്കെ അനുകൂലിച്ച് പ്രസംഗിച്ചാണ്. പാണക്കാട് സാദാത്തുക്കൾക്ക് മതമൂല്യം പഠിപ്പിക്കുന്നവരോട് കർണാടക പ്രസംഗിച്ചതാണ്. അങ്ങനൊക്കെ വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞ് പാണക്കാട് പോയി ആരും ഏറ്റെടുക്കണില്ലല്ലോ. ആരെങ്കിലുമൊക്കെ ഒന്ന് ഏറ്റെടുക്കും കരുതിയാണ്ട് പാണക്കാട് കുടുംബത്തിൽ പോയിട്ട് ഒരു മഞ്ഞ കവറിൽ ഗിഫ്റ്റ് കൊടുത്തു. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ കാത്തുനിന്നു. ആരെങ്കിലുമൊക്കെ വിളിക്കും, ഒരു രക്ഷയില്ല. അപ്പൊ ചേക്ക് ഒന്നും കൂടിയും പോയി. അവ പോയപ്പോ മുസ്ലിം ലീഗിന്റെ നേതാക്കളൊക്കെ കണ്ട് PK ഫിറോസിനൊക്കെ കണ്ട് സംസാരിച്ചൊക്കെ പോന്നു. അതിലിങ്ങനെ പ്രതീക്ഷിച്ച് നിന്നു. ആരെങ്കിലുമൊക്കെ വിളിക്കും, ആരെങ്കിലുമൊക്കെ മിസ്സടിക്കും, ഒരു രക്ഷയില്ല. അങ്ങനെയാണ് ചേക്ക് പറയണത്, ഇങ്ങനെ പോയാൽ പറ്റൂല, ആരും ഒരു മെയിൻറ്റും ചെയ്യണില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, പട്ടിക്കാടൊന്ന് പോയി നോക്കിയും പറഞ്ഞു. അങ്ങനെ പട്ടിക്കാട് പോയത് നമ്മളൊക്കെ കണ്ടു. അങ്ങനെ പോകുമ്പോ അപ്പം ഇപ്പുറത്തൂടെ ഒരു മൂലരുട്ടിയാൾ വരുന്നൊന്നും മെയിൻറ്റെയിൻ ആയിട്ട് ചിലപ്പോ പറയുന്നുണ്ടാവും ഫിത്തിന കമ്പനി വരുന്നുണ്ട് എന്ന്. ഏതായാലും അവിടെ പട്ടിക്കാട് പോയി വന്നു. ഒരു വിവരവും കിട്ടണില്ല. എവിടേക്കും ക്ഷണിക്കണമില്ല, വിളിക്കണമില്ല, ഒരു മെയിൻറ്റും ഇല്ല. എന്നാ പിന്നെ ജയിക്ക് പറഞ്ഞു, ഒന്നെ കൂരിയാടിന് അതിന്റെ അടുത്തൊന്ന് പോയി വെക്കുക, നിങ്ങൾ അവിടേക്കൊന്ന് പോയി എന്നാണ്. അങ്ങനെ അവിടെ പോയി. അങ്ങനെ ആ ഫോട്ടോ ഒക്കെ എടുത്ത് വിട്ടു. നൗഷാദ് വിട്ടോക്കി.
SKSFിന്റെയോ പിന്നെ മറുവിഭാഗം സമസ്തന്റെയോ നേതാക്കൾ പോയിട്ട് അണികളോ ആരും ഒരു മെയിൻറ്റും ചെയ്യണില്ല. എന്നാ പിന്നെ ഇത് പിൻവലിക്കാനുള്ള പരിപാടിയില്ല. അനുകൂലിച്ച് പ്രസംഗിക്കാൻ കയറ്റിയ പൊളിയിൽ നിന്ന് നൗഷാദിനോട് ഇറങ്ങാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് റബീഉൽ അവ്വൽ അടുത്ത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവരെന്ത് ചെയ്യണത്, ഈ വിവരം വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വന്ന് അറിയണത്. EK വിഭാഗം SYSന്റെ മീലാദ് ക്യാമ്പയിന്റെ ഉദ്ഘാടന സംഗമം പാണക്കാട് നടക്കുന്ന വിവരം ചേക്കുവിന്റെ ഇതിൽ കിട്ടണത്. ഒരിത് പിൻവലിക്കാനുള്ള പരിപാടിയാണ്. അനുകൂലിച്ച് പ്രസംഗിച്ചത് ഇനി അത് മതി, ഇനി ഇറങ്ങിക്കളാ പൊടിമൊന്നായ്മ ഇങ്ങനെ നിന്നിട്ട് കാര്യമല്ല. എതിരെ സംസാരിക്കേണ്ടടുത്തുള്ള പൊടിയാണ് ഞാൻ തരുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നിടത്താണ് ഇത് കണ്ടത്. ഇത് കണ്ട പാടെ ക്ഷണിക്കൊന്നും വേണ്ട, ആൾക്കാർ പോയി. മൂന്നും പോയി എന്നല്ല, മൂന്ന് കൊമ്പത്തായിരുന്നത്. അത് ഒരു പ്ലാനിങ് ആക്കാരം. മൂന്നും ഒപ്പം ഓരോരുത്തർ ഇരിക്കണ്ടെന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ എന്തിനു പറയണേ, അവിടൊക്കെ പോയി വന്ന് അങ്ങനെ കാത്തു നിൽക്കാണ്. വിളിക്കും ആരെങ്കിലുമൊക്കെ ഒന്ന് ഏറ്റെടുക്കും. എവിടെ ഒരു മനസ്സം മെയിൻറ്റ് ചെയ്തില്ല. അപ്പൊ പിന്നെ ചേക്ക് പറഞ്ഞു, ഇനി കാക്കാന്റെ കുട്ടി നല്ല ഫുള്ള് ഇറങ്ങിക്കട, അയിമ നിൽക്കണ്ട, ആ പൊടിമ നിൽക്കണ്ട, കാക്കാന്റെ കുട്ടി ഞാൻ വേറെ പൊടിമ കയറ്റുന്നുണ്ട്. പൊടിമ കയറ്റാൻ ചേക്കും കയറാം നൗഷാദുമാണ്, ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. അങ്ങനെയാണ് മടവൂർ കോട്ടയിൽ വന്ന് ഈ എതിരെ കയറാനുള്ള പൊടിയുടെ വിഷയം പറയുന്നത്. അതൊന്ന് കേട്ടു നോക്കി. അത്രയും ഉന്നതിയിൽ ഇന്ന് മഹാനരായ EK ഉസ്താദേ, അതിന്റെ ഒരു രോമത്തിന് നിങ്ങൾ 1000 മുഷാവറ കൂടിയാലും ആകൂല. അത്രയും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് ഉയർത്തിയ നാമമാണ് ശംസുൽ ഉലമ EK ഉസ്താദ്. അതിനെതിരെ ആ പേര് പറഞ്ഞിട്ട് ഒരു കൂട്ടർ വേറെ ഇറങ്ങിയിട്ടുണ്ട്. ശംസുൽ ഉലമന്റെ ആൾക്കാരാന്ന് പറഞ്ഞു. അതൊക്കെ ശരിയാക്കാൻ ഇൻഷാ അല്ലാഹ് കുറഞ്ഞ മാസം കൊണ്ട് ഹസനി ഉസ്താദ് ഇറങ്ങുന്നുണ്ട്. എല്ലാത്തിനെയും നേരാക്കന്നെയും. ഹസനി ഉസ്താദ് സ്വന്തം മൂപ്പരെന്തോ വയത് പറയല്ല, മശായിഖന്മാര് പ്രത്യേകം നിർദ്ദേശിച്ച് അത് പ്രത്യേകമായ നോട്ടത്തിൽ തന്നെയുള്ള വയലാണ്. നമ്മൾ ഉസ്താദുമാര് പറയുന്ന വയത്. അത് നിങ്ങളിപ്പോ അത് മുടക്കിയിട്ടും പല പിത്തനുണ്ടാക്കിയിട്ടൊന്നും നടക്കുന്ന കാര്യമല്ല. ഏതായാലും ഞാൻ ആകെ ഒരു 2 വാക്കെന്തോ സംസാരിക്കാന്ന് വിചാരിച്ച. 2, 3, 10 സംസാരിച്ചോ? എത്തപ്പാള് പറഞ്ഞത് ആരപ്പീ പറയണത്? EK ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് വള്ളി ടൗസർ ഇട്ടുകൊണ്ട് വട്ടുരുട്ടി നടന്നീന ആള് EK ഉസ്താദിന്റെ ആളും, EK ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് ഒപ്പം നടന്ന ആളുകള്, അതായത് നൗഷാദ് ഇപ്പൊ പ്രസംഗിച്ചങ്ങൾ കേട്ടാണ് മുത്തുത്തങ്ങൾ വരും, അങ്ങനത്തെ ഒരു തങ്ങള് ഓരോപ്പം അതിനായിട്ട് ജീവിക്കുന്ന ആളുകൾ EK ഉസ്താദിന്റെ ആളും അല്ല. എവിടേക്കപ്പൊ ഇതൊക്കെ പോണേ? ഇവരിപ്പോ EK ഉസ്താദിന്റെ ആളാകെ. ഏതാ ടീം? അപ്പൊ നിങ്ങള് കേട്ടല്ലോ, കാക്കാന്റെ കുട്ടിഞ്ഞ് എതിരെ സംസാരിക്കേണ്ട പുളിമയാണ് കയറേണ്ടത്. ആ സാധു അതെത്താ രസണ്ടേ. ഇതിപ്പോ ഈ പറയുമ്പോ ഉഷാന്റെ മുഖങ്ങൾ ശ്രദ്ധിച്ചോ? കുറച്ചു മുമ്പ് ഞമ്മക്കെതിരെ സംസാരിച്ചപ്പോ ഞമ്മൾക്കെതിരെ, അതായത് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനി വേണ്ട പോലെ ആ ക്ലിപ്പുകളോ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ ഇടാണ്. അപ്പൊരു ഇളി വിളിച്ചിരുന്നു ഉഷാദ്. ആ ഇളിയും ഇപ്പൊ ഈ പറയുമ്പോ ഉള്ള ഇളിയും ഒന്ന് കാണണം. അതും കൂടി ഒന്ന് കണ്ടോക്കി. ആ ഫസ്റ്റ് പറഞ്ഞപ്പോ നൗഷാദ് നമുക്കെതിരെ പ്രസംഗിക്കാൻ പറഞ്ഞപ്പോ നൗഷാദിന്റെ ഒരു ഇളിയുണ്ട്. ആ ഇളിയും ഇപ്പത്തെ ഇളിക്കൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അതെന്താ കാരണം ചോദിച്ചാൽ നൗഷാദിന് തന്നെ അറിയാം. ഈ ചങ്ങായി ഇപ്പൊ എന്നോട് ഇതിങ്ങനെ പറയാന്നിട്ടോ പെരി പോയി ഉറങ്ങുക, എന്തേലും ഒരു പരിപാടി പോകുമ്പോ തരീകെട്ടും പുതപ്പ് കൊടുത്താണ് പോരുക, ഞാൻ അതിങ്ങനെ പുളിമ കയറി നടക്കുക. ഇതിപ്പോ നൗഷാദിനും ഇപ്പൊ കുറെ അന്തം വെക്കൽ തുടങ്ങിക്കണേ. ആദ്യം അതിനനുസരിച്ച് അങ്ങനെ തുള്ളി നടന്നീനെ. ഇപ്പൊ പറയണത് മൊത്തം അതാണേ. എന്തെങ്കിലുമൊക്കെ വിടുവായിത്തും പറയാം. ഇപ്പൊ നിങ്ങൾ ആ മടവൂർ കോട്ടയത്തെ വിഷയം കണ്ടില്ല നിങ്ങള്? എല്ലാതും വിളിച്ചാണ് ഞങ്ങളുടെ അവസാനം പറയാ, ഞാൻ എന്തൊക്കെയോ വേറെ 2 മിനിറ്റ് പറയാനാ വന്നീനെ, പക്ഷെ ഇനി വേറെ എന്തൊക്കെയോ തെങ്ങള് പറയിച്ചു, എല്ലാം തെങ്ങളെ മേത്ത് കാട്ടു, പറയണ്ടോ എല്ലാം പറഞ്ഞാണ്ട് അവസാനം തെങ്ങളെ മേത്ത് കാട്ടും ചെയ്തു. ഏതാ വളവന്നോ? എന്നാ ഇതൊന്ന് കേട്ടോ കാണി. അത് ചെറിയ ഇറക്കല്ല, അതേ നിങ്ങൾ കണ്ടേറ്റ ശവ്വാലല്ല, അടുത്തിന് വരുന്ന ശവ്വാൽ, അത് 1.5 ഇറക്കുള്ള ശവ്വാല. ഷെയ്ഖുന മടവൂരിനെ നിന്ദിച്ച് ഷെയ്ഖുനാനെ കുറവാക്കി ഏതെല്ലാം ഭാഗത്തുനിന്ന് ചെറിയ ശബ്ദം ഉണ്ടാക്കി അവനെ കണ്ടോ ഓരോരുത്തനെയും തെരഞ്ഞു പിടിച്ച് കണക്കിന് കൊടുക്കണ ശവ്വാല വരണേ. ഒരാളെയും വിടൂല. ചെറിയ ഡോസുള്ള സാധനമൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. നിങ്ങൾ പേടിക്കല്ലേ, ഇപ്പോഴേക്ക് ബേജാറാകൊന്നും ചെയ്യണ്ട. അതിന്റെ വലിയ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യാനുണ്ട്, ഇറങ്ങാനുണ്ട്. ഒക്കെ ഉസ്താദിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോന്ന് എപ്പോഴാണ് വേണ്ടിയെന്ന് വെച്ചാൽ അതിന്റെ സമയത്ത് കൈകാര്യം ചെയ്യാൻ. മദീനി മുല്യാമാരെ ഫിത്രയും ഈ ഫസാദും ഒരു മതി കണ്ടങ്ങളെ നൗഷാദിന്റെ ഇളി. എന്താണ് ആ ഇളിന്നോ? ആ ആളോട് തന്നെ ഇപ്പൊ എന്ത് ചെയ്യണത്? EK സമസ്തക്കെതിരെ ഇറങ്ങാൻ പറയുന്നത്. അപ്പത്തെ ഇളിയോ നോക്കോണ്ടിട്ടോ. അപ്പൊ ആള് ആകെ
ആവൂലാന്നിലോട് തന്നെ. ഇന്ന് മഹാനരായ ഇ കെ ഉസ്താദെ അതിന്റെ ഒരു രോമത്തിന് നിങ്ങൾ 1000 മുഷാവറ കൂടിയാലും ആകൂല. അത്രയും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് ഉയർത്തിയ നാമമാണ് ശംസുൽ ഉലമാ ഇ കെ ഉസ്താദ്. അതിനെതിരെ പേര് പറഞ്ഞിട്ട് ഒരു കൂട്ടർ വേറെ ഇറങ്ങിയിട്ടുണ്ട്. ശംസുൽ ഉലമന്റെ ആൾക്കാരാന്ന് പറഞ്ഞാൽ അതൊക്കെ ശരിയാക്കാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞ മാസം കൊണ്ട് ഹസനി ഉസ്താദ് ഇറങ്ങാണ്ട് എല്ലാത്തിനെയും നേരാക്കാൻ കഴിയും. ഹസനി ഉസ്താദ് സ്വന്തം സ്വപ്നന്തോ വയത് പറയല്ല, മശായിഖന്മാര് പ്രത്യേകം നിർദ്ദേശിച്ച്. കേട്ടില്ലേ? അപ്പൊ നോക്കുകയാണെങ്കിൽ നൗഷാദിന്റെ ഒരു മൂന്നന്റെ ഒരു കോലം. ഈ ചങ്ങായി ഇപ്പൊ ഇങ്ങനെ പുളിമക്കയറ്റ ഞാൻ അങ്ങനെ കയറാനും ഇത് പൊട്ട് കയറും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പകുതി വരെ കയറുമോ അതോ ഫുള്ളായിട്ട് കയറുമോ? ഈ കെ വിഭാഗത്തിനെതിരെ എന്താണ് ഇവരുടെ അടുത്ത പ്ലാൻ എന്ന് നമുക്ക് കണ്ടറിയാൻ തന്നെ വേണം. നൗഷാദ് കയറോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ എന്നാല്.